ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ഇറാഖ് ഇറാൻ അല്ല ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ നമ്മുടെ മലയാള ചാനലുകളിൽ വരുന്ന വാർത്തകളൊക്കെ ഭയങ്കര കോമഡി കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം ഹാഷ്മി താജിർ ഇബ്രാഹിം ഒരു ചാനൽ ചർച്ച ചെയ്ത് പറയുന്നുണ്ടോ, പിന്നെ BJP നേതാവ് സാബു പ്രസാദിനോട് മറുപടിയായിട്ട് പറയുന്നത് ഇതാ, നിരന്തരമായി പിന്നെ പൂമഴ പോലെയാ ഇങ്ങനെ മിസൈലുകൾ താഴ്ത്തു വരുന്നത്. പക്ഷെ ആ പൂമഴ പോലെ വരുന്നതിനെ ഇസ്രായേൽ തടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയത് എന്തുകൊണ്ട് ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇറാനോട് ഈ നിലപാടെടുത്തെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാകാവുന്ന നമുക്കറിയാം ഇറാൻ വിഷയത്തിൽ ഇപ്പം നമ്മളെപ്പോലെ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രം കൂടിയാണ് ഇറാൻ. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യക്കും പ്രശ്നങ്ങളുണ്ട്. കാരണം എണ്ണവില കൂടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം എണ്ണ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് മാറ്റി. പക്ഷേ വിഷയം എന്തുകൊണ്ട് ഇസ്രായേൽ ഈ സംഭവം ഏറ്റെടുത്തെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ അണുവായുധ നിർമ്മാണം തന്നെയാണ്. അപ്പോൾ ചോദിക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇതുണ്ടല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പാടില്ല എന്ന്. പക്ഷെ അതിന് പ്രശ്നം വിവേകമുള്ളവൻ്റെ കയ്യിൽ ഈ സാധനം വരുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കും ഞങ്ങൾ എന്ന പ്രതിജ്ഞയിലാണ് ഖമേനി എന്ന് പറയുന്ന അവരുടെ ആത്മീയ നേതാവ്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഒരു പക്ഷേ ഇന്നവരെ പാകിസ്ഥാൻ പോലും ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമായപ്പോൾ പാകിസ്ഥാൻ പോലും തീവ്രവാദ നിലപാടെടുക്കുന്ന രാജ്യമായിട്ട് പോലും ഇന്ത്യക്കെതിരെ അങ്ങനെ നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അത്രപോലും തീവ്രമായി ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ്, ആ ഒരു ചിന്തിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇവർക്കെതിരെ ഈ അടി കൊടുത്തതിന് കാരണം. നമ്മൾ വിചാരിക്കും വെറുതെ പോയിരിക്കുന്ന രാജ്യത്തിനായിട്ട് കയറിയടിയാന്നുള്ള വിഷയം അതല്ല. ഇവരൊരു ഷിയ രാജ്യമാണ്. അപ്പം മുസ്ലിം ആധിപത്യത്തിൽ ആ ലെവലിൽ ഏറ്റവും വലിയ മുസ്ലിങ്ങൾ ഞങ്ങളായിരിക്കണമെന്ന ഷിയ മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ പറയുന്ന ഖമേനിക്കുണ്ടെന്നാണ് പറയുന്നത്. അലി ഖമേനിക്ക് അത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ തീവ്രമായി ചിന്തിച്ചുകൊണ്ട് അത് ഒരിക്കലും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ഇറാഖിനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം സൗദി അറേബ്യ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ഇസ്രായേലിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങ് പോരണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർ കൊടുക്കുന്ന, അവരുടെ സർക്കാർ കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു മിസൈൽ വരുവാണെങ്കിൽ കൂടി പെട്ടെന്ന് ആ ടൈമിൽ തന്നെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അലാം കൊടുക്കുന്നതിന് ആ ടൈമിൽ തന്നെ അവർ ബങ്കറിലേക്ക് ഒളിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമേരിക്ക അതിന് ബദലായിട്ട്, കാരണം ഇവരുടെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളില്ലായിരുന്നു ഇസ്രായേലിൻ്റെ കയ്യിൽ. പക്ഷെ അത് സാധ്യമാക്കാൻ ഇന്ന് ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അവരുടെ B-2 വിമാനങ്ങൾ കൊണ്ട്, യുദ്ധവിമാനം, വലിയ വിമാനങ്ങൾ, ഭാരമേറിയ വിമാനങ്ങൾ കൊണ്ട് ഇത് സാധ്യമായ ഈ സ്ഥലത്ത്, അതായത് അമേരിക്ക ഈ പറയുന്ന ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അതിൻ്റെ ഫോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അന്തർവാഹന പോലെ ഈ പറയുന്ന ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതിന് ശേഷം അവിടുന്ന് സ്ഫോടനം നടത്തുന്നൊരു സംവിധാനമാണ്. അത് അമേരിക്ക നടപ്പിലാക്കി. കാരണം ഇത് ലോകരാജ്യങ്ങൾക്ക് മൊത്തം ഭീഷണിയാണ് എന്ന് വ്യക്തമായ തിരിച്ചറിവോടുകൂടിയാണ് ഇത് അമേരിക്ക നടപ്പിലാക്കിയത്. അപ്പോൾ ലോകരാജ്യത്ത് ഇവർ വിഷയങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്നത് ഇറാനെ ഇങ്ങനെ ചെയ്തു. പക്ഷെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്, ഇസ്രായേൽ പോലുള്ള രാജ്യത്തെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞ കൊണ്ടാണ് ഇവർ ഈ കടുവാറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം അമേരിക്ക, റഷ്യ, ചൈന അങ്ങനെ രാജ്യങ്ങളിലും, അത് ഇന്ത്യ പോലെ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ അണുവായുധങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ലോകത്തിൻ്റെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇവരങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന് മാത്രമാണ്. ഇത് എല്ലാ മാധ്യമങ്ങളും, അത് പൊതു ആളുകളെല്ലാം പറയുന്നു, ഇവിടുത്തെ മലയാള മാധ്യമങ്ങളും പറയുന്ന മുഴുവൻ നുണയാണ്. പറയുന്നതിൽ ഒരു കഴമ്പുമില്ലാത്ത നുണകളാണ് പടച്ചുവിട്ടിരിക്കുന്നത്. അതല്ല വാസ്തവം. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇത് ലോകത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാകാവുന്ന
യുറേനിയം അടക്കമുള്ള സാധനങ്ങൾ അത് അണുവായുധ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു എന്നത് വ്യക്തമായി അവരുടെ IDF മനസ്സിലാക്കുകയും അവരുടെ ഇന്റലിജൻസിന്റെ ആ സഹായത്തോടുകൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു നടപടി എടുക്കാനായിട്ട് ഇവർ തുനിഞ്ഞിറങ്ങിയത്. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇസ്രായേൽ എല്ലാവരും കുറ്റപ്പെടും. ഇസ്രായേൽ തീവ്ര പല ആൾക്കാരും പറയുന്നതാണ്. ഇവിടുത്തെ ഒരു സൈഡ് വരുമ്പോൾ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർ. അവർ പറയുന്ന എപ്പോഴും ഇസ്രായേൽ തീവ്രവാദ രാഷ്ട്രമാണ്, ഇസ്രായേൽ അക്രമ രാഷ്ട്രമാണ്, ഇസ്രായേൽ ചോരക്കൊതിയന്മാരാണ്, നെതന്യാഹു അങ്ങനെ. പക്ഷെ അത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന അക്രമം എന്ന് പറയുന്നത് ആക്രമണം അവരുടെ പ്രതിരോധമാണ്. അവരാക്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരു രാജ്യമില്ല. അതിനോട് തന്നെയാണ് അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ ആ രാജ്യത്തിന് ചുറ്റും. അവിടെ കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത രാജ്യമാണ്. കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. വൻ ഇസ്രായേൽ 80 ഇസ്രായേൽ ഒന്നിച്ചടുക്കി വെച്ചാൽ കൊള്ളുന്ന അത്രയും വലിപ്പമുള്ള രാജ്യമാണ് ഇറാൻ. ഈ രാജ്യത്ത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു 1-2 ബോംബ് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. പല ആളുകളും ഇസ്രായേൽ എന്തോ വലിയ മാരക പ്രശ്നക്കാരാണെന്ന് വിചാരിക്കും. അറിയാം, ഇസ്രായേൽ ജോലി ചെയ്തെടുത്ത് മലയാളികൾ വിടുന്ന ഓരോ വാർത്തകളും സത്യസന്ധമായ വാർത്തകൾ വിശ്വസിക്കാൻ ഇവിടുത്തെ ചാനലുകാർക്ക് താല്പര്യമില്ല. അവർ എവിടുന്നെങ്കിലും BBC അങ്ങനെയുള്ള കുറെ അൽ ജസീറ പോലെയുള്ള ചാനലുകളൊക്കെ കിട്ടുന്ന ന്യൂസ് അതിന്റെ ക്ലിപ്പിംഗ് എടുത്ത് ഇവിടെ കയറ്റി വിട്ടിട്ട് ആളായിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാണ് 24 ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയത്. പക്ക സുഡാപ്പി സ്വഭാവത്തിനാണ് വീഡിയോ ചെയ്തത്. എന്ന് വെച്ചാൽ ഇസ്രായേല് ഇല്ലാതായതിനൊക്കെ പറഞ്ഞ് ധരിപ്പിക്കണം. ശുദ്ധം കള്ളത്തരം എന്ന് പറഞ്ഞാൽ വായെടുത്തെന്ന് പറയാം. കാരണം ഒരു കഥയില്ല, കഴമ്പില്ലാത്ത കാര്യം ചോദിക്കുന്നത്. ഇപ്പം ഷാബു പ്രസാദ് എന്ന് പറയുന്ന BJP നേതാവ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫാക്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹാഷ്മി ചോദിക്കുന്നത് അവിടെയുള്ള മലയാളികൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ള മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഷാബു പ്രസാദ് പറയുമ്പോൾ ഹാഷ്മി പറയുന്നൊരു കാര്യമുണ്ട്. ഈ അവിടുത്തെ മലയാളികളൊക്കെ ബംഗറിലല്ലേ, അവരെങ്ങനെ ഇത് അറിയുന്നത് എന്ന് വെച്ചാൽ അവനങ്ങ് ധരിപ്പിച്ച് നോക്കുവാണ്. ഏത് നേരം ബംഗറിലാണോ അവിടുത്തെ മലയാളികൾ ഇരിക്കുക? ഇവർക്ക് അലാം കിട്ടുന്ന ടൈമിൽ മാത്രമാണ് ഇവർ ബംഗറിലേക്ക് പോവുക. അല്ലാത്ത സമയങ്ങളിൽ പുറത്തുണ്ട്. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അവർ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം കെയർ ഗീവേഴ്സാണ്. അവിടുത്തെ മാതാപിതാക്കന്മാരെ നോക്കാൻ വേണ്ടി പോയ ആളുകളാണ്. അവരെ ഫുൾ ടൈം വർക്കിലാണ്, അല്ലാതെ ഫുൾ ടൈം ഇതിനകത്ത് കയറി ഇരിക്കുമല്ല. കാരണം ആ രാജ്യം തുടങ്ങി 1948 ആ രാജ്യം സ്ഥാപിതമായ അന്ന് മുതൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഓരോ ബിൽഡിംഗ് നിർമ്മാണത്തിനും ആദ്യ കാലം പോലെ ബങ്കറുകൾ പണിത് വെച്ചിരിക്കുകയാണ്. കാരണം അവർ അന്ന് മുതലേ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ. ഇപ്പൊ 1970 കാലഘട്ടങ്ങളിൽ ഇവര് 7 രാജ്യങ്ങൾ ചുറ്റും വന്നവരെ ആക്രമിച്ചു. അവിടെ വളരെ കൂളായിട്ട് തന്നെ അവരുടെ യുദ്ധം വിജയിച്ചു. കാരണം അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ശക്തിയേക്കാൾ വളരെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇസ്രായേൽ കളിക്കുന്നത്. ശക്തിയല്ല, ബുദ്ധി ഉപയോഗിച്ചാണ്. അവരുടെ ബുദ്ധി. കാരണം നമുക്കറിയാം, ഇപ്പൊ ഇവർക്കെതിരെ സംസാരിക്കുന്ന പല ആളുകളും, ഈ ലോകത്തുള്ള പല ആളുകളും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ടെക്നോളജി ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേലിനെ നിരോധിക്കാൻ വേണ്ടി പല ആളുകളും പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. എന്താ ഈ പയറ്റുന്ന ആളുകൾ സംസാരിക്കുന്ന ഫേസ്ബുക്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്തിനും നമ്മളെ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിങ് പോയിന്റ്, ഇലക്ട്രിക് വാഹനത്തിന്റെ ചാർജിങ് പോയിന്റ് ഉള്ള സംവിധാനത്തിന്റെ ഒരു ടെക്നോളജി വരെ ഇസ്രായേലിന്റെയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ വാട്ടർ പ്യൂരിഫയർ, അതിന്റെ ടെക്നോളജി ഇസ്രായേലിന്റെയാണ്. അങ്ങനെ ഈ ലോകത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ ലോകം കൊണ്ട് കുറ്റപ്പെടുത്തിയാലും വിവരമുള്ള ആളുകൾ കുറ്റപ്പെടുത്തില്ല. അതാണ് ഇസ്രായേൽ. ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ എത്ര കള്ളത്തരം പടച്ചു വിട്ടാലും സത്യസത്യമായി അറിയാൻ അവിടുത്തെ മലയാളികൾ തരുന്ന വാർത്തകൾ ധാരാളം. ഓക്കെ, താങ്ക് യു. മനസ്സിലാക്കുക, ഇറാനെ ആക്രമിച്ചത് വെറുതെയല്ല, ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാകാവുന്ന വലിയൊരു അണു ആയുധം നിർമ്മിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട്.